ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ പാർട്സ് ആണ് കേട്ടോ. ചിക്കൻ പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിക്ക് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള സവാള എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ, പിന്നെ പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. പിന്നെ അതിക്ക് മസാലകൾ വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഉണ്ടാക്കുന്ന ചിക്കൻ പാർട്സിലേക്ക് ആവശ്യമായിട്ടുള്ളത്. സവാള അരിഞ്ഞെടുക്കാം, പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും ചതച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ചെയ്യാം. ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞിടാം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. 2 തണ്ട് കറിവേപ്പില ഇട്ട് ഇനി സവാളയിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വഴണ്ടി വരട്ടെ. സവാള വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി അരച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇതാക്കി നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം അതും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇപ്പോൾ പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി. ഇനി അതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് വേവട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. തീ ഒന്ന് കുറയ്ക്കും ചെയ്യേ. തക്കാളി ഇതാ ഉടഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനാണ് 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് നല്ല വേവുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് മറ്റേതിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വേവട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് വല്ലാതെ ഇളക്കിയാൽ ഉടഞ്ഞു പോവും. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്നാണ് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഒന്നും കൂടി ആയാൽ നമ്മുടെ അത് സെറ്റായിട്ടോ. അപ്പോൾ അതാ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇടുകയാണ്. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം വാങ്ങി വയ്ക്കാം. എരിവ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്കൊന്നും എരിവ് അധികം വേണ്ടാത്തതുകൊണ്ടാണ് കുറച്ച് ഇട്ടത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിയുടെ ഇല, കുരുമുളകൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വയ്ക്കുകയാണ്. ഇനി അടുത്ത പരിപാടി ഇതൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴങ്ങിയാൽ മതി. ഇതപ്പോൾ ഇത്ര ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ നമുക്കിത് വാങ്ങാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താണ്ട് 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഒരു 5 മിനിറ്റ് നേരം അതിൻ്റെ ഇതൊന്ന് അയിമയ്ക്ക് ഫ്ലേവറൊന്ന് അയിമയ്ക്ക് പിടിക്കാൻ വേണ്ടിയാണ്ട് അടച്ച് വയ്ക്കാം. അതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ അതാ
സൂപ്പർ ടേസ്റ്റിലൊരു ചിക്കൻ പാർട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.